പേര് ദാവീദ് എന്നൊക്കെ ഇട്ടെ, പക്ഷെ പടം കൊണ്ടുവന്ന അബുവാ. ഒരു കിൻഡൽ ഇടി അടിപൊളി ഒരു പടമാണ്. നമ്മളെപ്പോഴും ഈ നാടൻ ഇടി പരിപാടിയാണ് കാണാറല്ലോ, അതിനകത്തുനിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നല്ല നല്ല രസമായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല പടം, ഭയങ്കര നല്ല ട്രാൻസ്ഫോർമേഷനോ അടിപൊളിയായിട്ടുണ്ട്. വിവേക് ഇതിനകത്ത് എബി വടക്കൻ അഭിനയിച്ചിരിക്കുന്ന വിവേക് മാഞ്ചൂർ ആ റോളും അടിപൊളിയാണ്. എന്തോ കേൾക്കാൻ വയ്യ. വാലന്റൈൻസ് ഡേ ഇടിച്ച് ശരിയാക്കണോന്ന്, ഇടിച്ച് തന്നെ ശരിയാക്കണം. നല്ല മൂടായിരിക്കും. വന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ ദേശീയ കോളർക്ക് പോയി ഇടിച്ച് ശരിയാക്കാം. ആക്ച്വലി നോ വയലൻസ്, ഐ ഡോണ്ട് പ്രൊമോട്ട് വയലൻസ്. പടം അടിപൊളിയായിട്ടുണ്ട്. പെപ്പയുടെ ഒരു കിൻഡൽ ഇടി അടിപൊളി ഒരു പടമാണ്. ഇതെല്ലാവരും കാണണം, ഫാമിലീസിന് കാണാൻ പറ്റിയൊരു നല്ലൊരു പടമാണ്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഒരു ബോക്സിംഗ് ആണ്. നമ്മൾ RDX ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ വേറൊരു ടൈപ്പ് ഒരു ബോക്സിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നല്ല BGM ഒക്കെ ആണെങ്കിൽ അടിപൊളി, മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പേര് ദാവീദ് എന്നൊക്കെ ഇട്ടെ, പക്ഷെ പടം കൊണ്ടുവന്ന അബുവാ. ഒരു രക്ഷയില്ല. ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആംബിയൻസിൽ നമുക്ക് കിട്ടുന്നില്ല. സാധാരണ ബോക്സിംഗ് ഒക്കെ എന്ത് അല്ല ചില്ല് വെച്ചിട്ട്, പക്ഷെ ഇതൊന്നല്ല, വേറെ ലെവൽ ബോക്സിംഗ് ആണ്. ടൺ കണക്കല്ല, കിൻഡൽ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി അപ്പുറമാണ്. അത്രക്കും സൂപ്പറാണ് പടം, ഒരു രക്ഷയില്ല. കാരണം ഒട്ടും ലാഗില്ല പടത്തിന്, അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ എൻഗേജഡാണ്. കാരണം ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരു നമ്മൾ വിചാരിച്ച കുറച്ച് ലാഗ് കിട്ടുന്നു. സെക്കൻഡ് ഹാഫിൽ ഒട്ടും ലാഗ് തോന്നിയില്ല, വളരെ എൻഗേജഡ് ആയിട്ട് കൊണ്ടുപോയ ഒരു മൂവി. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും നമുക്ക് എടുത്തു പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ആ കൊച്ചൊക്കെ ഉണ്ടല്ലോ, ആ കൊച്ചു നല്ല സൂപ്പർ അഭിനയട്ടാ. അതേപോലെ പിന്നെ സൈജു കുറുബ് സൂപ്പറാണ്, അതിലെ നടി. ഒരു ഫാമിലി ടച്ചിങ്ങും അതുപോലെ പിന്നെ ഒരു അത്യാവശ്യം കോമഡിയും നല്ല അടിപൊളി ബോക്സിംഗ് എല്ലാം നിറഞ്ഞ നല്ല അടിപൊളി മസ്റ്റ് തിയേറ്റർ വാച്ചിങ് മൂവി എന്ന് തന്നെ പറയാം. അത്രക്കും നമുക്കെന്താ, നമ്മൾ എൻഗേജഡാണ് പടത്തിൽ മുഴുവൻ. അടിപൊളി പടം. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഫൈറ്റ് ലൈക്ക് ബോക്സിങ് ഞാൻ ഇത്ര എൻജോയ് ചെയ്തൊരു സിനിമയിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഇതുവായിരുന്നു മസ്റ്റ് വാച്ച്. അടിപൊളിയായിരുന്നു. പടം അടിപൊളിയായിരുന്നു, നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിലൊക്കെ വന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് അഭിപ്രായം പറയാം. കാരണം ഞങ്ങൾക്ക് നല്ല രീതിക്ക് വർക്കായി, നല്ല ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും വന്ന് കാണാം. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. നല്ല മാസ് പെർഫോമൻസ് ആയിരുന്നു. പെപ്പയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും ഈ നാടൻ ഇടി പരിപാടിയാണ് കാണാറല്ലോ, അതിനകത്തുനിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നല്ല നല്ല രസമായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. BGM ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് സിനിമയിൽ ആക്ട് ചെയ്ത സമയത്തും നല്ലതായിരുന്നു. ഇപ്പോൾ അത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൂപ്പറായിട്ട് തോന്നുന്നു. പെപ്പയും എന്ന് പറയുന്ന നമ്മൾ വില്ലനായിട്ട് ചെയ്യുന്ന പുള്ളിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും കുക്കു മോളായിട്ട് ആക്ട് ചെയ്യുന്ന ജസ്, എല്ലാവർക്കും പറ്റിയ സിനിമ. കോമഡിക്ക് കോമഡിയും ഫാമിലി ഓഡിയൻസിനും കാണാം. ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന യൂത്തിനൊക്കെ കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. ദാവീദ് ഫിലിം എന്ന് പറയുന്നത് ഒരു ബോക്സിംഗ് ഫിലിമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ബോക്സർ എന്ന നിലയിൽ ഈ ഒരു ബോക്സിംഗ് ഫിലിം നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം ബോക്സിംഗ് ഈ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ളവരുടെ ഒരു കർത്തവ്യം. അപ്പം അതിനൊരു വഴിയും കൂടിയാണ്. ഞാൻ ചെറിയ വേഷം ഇതിനകത്തുണ്ട്. അപ്പം ബോക്സിംഗ് കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളും ഡ്രഗിന് അടിമയാണ്. ഈ ഡ്രഗിൻ്റെ അടിമയായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ലോകം സഞ്ചരിക്കുന്നത്. അതിൽ നിന്നും തിരിച്ചുവിടുവാൻ നമ്മുടെ ബോക്സിംഗ് പോലുള്ള മാർഷൽ ആർട്സ് കുട്ടികളെ പ്രചോദനമാണ്, കുട്ടികൾക്ക് ഒരു വഴിത്തിരിവാകും. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ പാരൻസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള മാർഷൽ ആർട്സ് പോലുള്ള കായിക വിനോദങ്ങളിലേക്കും അല്ലെങ്കിൽ കായിക പരമായിട്ടുള്ള മെത്തേഡുകളിലേക്കും കുട്ടികളെ തിരിച്ചുവിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പരിശ്രമിച്ചു ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജീവിതത്തിലും പ്രാവർത്തികമായിട്ട് അവൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നല്ല വൈബുള്ള, നല്ല ആക്ഷൻ, നല്ല ഫാമിലി ഫിലിം, വെരി നൈസ്, എൻ്റർടൈനിങ്. ആരൊന്നും പറഞ്ഞിട്ടില്ല, പറയാനും നമ്മൾ ശ്രദ്ധിക്കാനും പോകുന്നില്ല. അത് നമ്മൾ ചെയ്യുക, നമ്മളാരെ തല്ലാനോ കൊല്ലാനോ ഒന്നിനും പോകുന്നില്ല. നമ്മൾ റിവ്യൂ പറഞ്ഞു ചെയ്യുന്നതാണോ, അത്രേ ഉള്ളൂ. ഒത്തിരി പേര് ചോദിച്ചു എന്നെ പറ്റി, നിങ്ങൾ ചോദിച്ചു എന്നെ പറ്റിയോ, വീണിട്ട് വല്ല നടുപൊടിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു, കസാര തല അടിച്ചെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാം ഒരു കുഴപ്പമില്ല, നമ്മൾ പൂർവ്വ ശക്തിയാണ് തിരിച്ചു വന്നെന്ന് പറഞ്ഞത്. പിന്നെ David